നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ ഇത്ര നേരത്തെ? പീക്ക് ടൈമിലല്ലേ കൂടുതൽ ഡെലിവറിയും കൂടുതൽ കാശും കിട്ടുക. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് കരുതി വന്നതായിരിക്കും അല്ലേ? അല്ലടി, ഇന്നിനി ഞാൻ ഡെലിവറിക്ക് പോകുന്നില്ല. ഒരു ദിവസം പോലും ലീവ് എടുക്കാത്തവളാണല്ലോ. എന്ത് പറ്റി നിനക്ക്? ലോട്ടറി അടിച്ചോ? ചെറിയൊരു ലോട്ടറി. നീ ഒന്ന് തെളിച്ചു പറയടി. പറയാം. അതിനു മുമ്പ് ഞാൻ പാറുവിനൊന്ന് വിളിക്കട്ടെ. നീ എന്തിനാ ഇപ്പൊ പാറുവിനെ വിളിക്കുന്നേ? പറയാം. ഹലോ. ഹലോ, ഞാൻ മീരയാ, പാർവതിയുടെ റൂംമേറ്റ്. അവൾക്കൊന്ന് ഫോൺ കൊടുക്കാവോ? ഈ സമയത്ത് അവള് ലാൻഡ് ഫോണിൽ വിളിച്ച് സംസാരിക്കണമെങ്കിൽ എന്തോ അത്യാവശ്യ കാര്യമുണ്ട്. ഇവളെന്തിനാ വിളിച്ചെന്ന് എനിക്കൊന്ന് അറിയണം. ഹലോ, ഒന്ന് ഹോൾഡ് ചെയ്യൂ, വിളിക്കാം. ശരി സർ. ഹലോ, കേട്ടില്ലമ്മേ? ഇങ്ങോട്ട് വരൂ. നിന്നെ തന്നെ. ഒന്നങ്ങോട്ട് വാ. നിനക്കൊരു കോൾ ഉണ്ട്. എനിക്കോ? ആരാ സർ? ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കുറിച്ച് നിന്നോട് സംസാരിക്കാൻ വേണ്ടിയാ. എന്നാ സംസാരിക്ക്. ഹലോ പാറു, ഞാനാ മീരയാ. മീരയോ? എന്താ മീരെ? എന്തിനാ ഈ നമ്പറിൽ വിളിച്ചേ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പ്രധാനപ്പെട്ട കാര്യം പറയാനോ? എന്ത്? ഞങ്ങളുടെ കമ്പനിയിൽ ഈ മാസം ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്തത് ഞാനാ. അതുകൊണ്ട് കമ്പനി എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. എന്ത് ഗിഫ്റ്റ്? ഒരു ഫ്രീ ഫുഡ് കൂപ്പൺ. ടൗണിലെ ഏറ്റവും നല്ല ഹോട്ടലില് ഫാമിലി ആയിട്ട് പോയി ഫുഡ് കഴിക്കാം. എന്ത് വേണമെങ്കിലും കഴിക്കാം, എത്ര വേണമെങ്കിലും കഴിക്കാം. സത്യമാണോടെ? ആണടി. എന്നാ പിന്നെ ഹോട്ടലിൽ എത്തുന്നത് വരെ ഞാനിനി ഒന്നും കഴിക്കില്ല. മീരെ, നീ എന്നോട് സംസാരിക്കേ. ഇവിടെ എന്റെ ഫാമിലി നിങ്ങൾ 3 പേരുവാ. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ പുറത്തു പോയി ഫുഡ് കഴിക്കുന്നു. ജോലി കഴിഞ്ഞാ വേറെ എവിടെയും പോവാതെ നീ നേരെ ഇങ്ങോട്ട് തന്നെ വരണം. അത് പറയാനാ ഞാനിപ്പോ ഫോൺ വിളിച്ച. കൈലാഷ് സാറിന്റെ കൂടെ അവിടെ പോയി, പ്രിയന്റെ കൂടെ ഇവിടെ പോയി എന്നൊന്നും പറയാൻ പാടില്ല. അതിനാ ഇപ്പോഴേ വിളിച്ചു പറഞ്ഞത്. എവിടെയും പോയില്ല. ജോലി കഴിഞ്ഞാലുടൻ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ? മീരെ, കുടുംബത്തിന് പോകാനുള്ള പാസല്ലേ കിട്ടിയത്? ഭൂമിക മാഡത്തിനെയും കൂടി കൂട്ടിയാലോ? അയ്യോ, മാഡത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയി. നീ ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ ഇപ്പൊ തന്നെ പോയി മാഡത്തിനോട് പറയട്ടെ. മീര, മീര വെക്കല്ലേ. എന്താ പാറു? ഒരാളെയും കൂടി കൂട്ടാൻ പറ്റോ? ആരെ? പ്രിയൻ ചേട്ടനെ. പ്രിയനെയോ? എന്റെ അമ്മയും ചേച്ചിയൊക്കെ ഇവിടെ വന്നപ്പോ പ്രിയൻ ചേട്ടൻ അവരെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടു പോവുകയും പുതിയ സാരിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ? അതിന് പകരമായിട്ട് പ്രിയൻ ചേട്ടന് ഞാനും എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ? ഒന്നും വാങ്ങിക്കൊടുക്കാൻ പ്രിയൻ ചേട്ടൻ സമ്മതിക്കില്ല. നമ്മള് കഴിക്കാൻ പോകുമ്പോ പ്രിയൻ ചേട്ടനും കൂടെ കൂട്ടിയാ പ്രിയൻ ചേട്ടനും അത് സന്തോഷാവും. പ്രിയം മാത്രമാണോ നിന്റെ വീട്ടുകാരെ കാര്യമായിട്ട് നോക്കിയത്? കൈലാഷ് സാറ് നോക്കിയില്ലേ? പ്രിയനെ മാത്രം കൂട്ടിയാ മതിയോ? കൈലാഷ് സാറിനെയും കൂട്ടണ്ടേ? പ്രത്യുപകാരം ചെയ്യുമ്പോ രണ്ടുപേർക്കും ചെയ്യണ്ടേ? കൈലാഷ് സാർ മുതലാളിയല്ലേ? കാശ് കൊടുക്കാതെ ആഹാരം കഴിക്കാൻ പോകുമ്പോ കൈലാഷ് സാറിനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. പ്രിയൻ ചേട്ടൻ നമ്മളെ പോലെ സാധാരണക്കാരനല്ലേ? എന്താ മീരെ, പ്രിയൻ ചേട്ടൻ വരുന്നത് നിനക്കിഷ്ടല്ലേ? അതോ പ്രിയൻ ചേട്ടനും കൂടി വന്നാ ആളധികാവോ? അങ്ങനെയൊന്നുമില്ല, 6 പേർക്ക് പോവാം. നിന്റെ ഒരു ആഗ്രഹമല്ലേ? നീ വരുമ്പോ പ്രിയനെയും കൂട്ടിക്കോ. എന്നാ ഫോൺ വെച്ചോ, ഞാനീ വേഗം ജോലി തീർക്കട്ടെ. ശരി. ഹലോ, എനിക്കൊരു കോഫി വേണം. വേഗം എടുത്തിട്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. പ്രിയനെയും കൂടെ കൂട്ടട്ടെ എന്ന് പാറു ചോദിച്ചു. ഞാൻ സമ്മതിച്ചു.
ആയിഷയ്ക്കും നിനക്കും പ്രശ്നമൊന്നുമില്ലല്ലോ? എന്ത് പ്രശ്നം? പ്രിയനല്ലേ, വേറെ ആരുമില്ലല്ലോ. വാ, മാഡത്തിനോട് പറയാം. മാഡം, മാഡം, നീ ഇന്ന് ജോലിക്ക് പോയില്ലേ? പോയി മാഡം, നേരത്തെ വന്നതാ. എന്തുപറ്റി? സുഖമില്ലേ? അസുഖമൊന്നുമില്ല മാഡം. കമ്പനിയിൽ നിന്ന് എനിക്കൊരു ഫ്രീ ഫുഡ് കൂപ്പൺ കിട്ടി. ഏറ്റവും കൂടുതൽ ഡെലിവറി നൽകിയതിന് ഗിഫ്റ്റ് കിട്ടിയതാ. ഏത് റെസ്റ്റോറന്റിൽ വേണമെങ്കിലും പോവാം. ഫാമിലി കൂപ്പണാ. ഞങ്ങൾ പോകുന്നുണ്ട്. പാറുവിനെ വിളിച്ചു, അവളും വരാന്ന് പറഞ്ഞു. 9 മണിക്ക് മുമ്പ് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയാലും പെർമിഷൻ തരണം എന്ന് പറയാനല്ലേ വന്നത്? പൊയ്ക്കോ. തിരിച്ചു വരാൻ ഒരുപാട് ലേറ്റ് ആവരുത്. പെർമിഷൻ ചോദിക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ വന്നത്. പിന്നെ മാഡം ഞങ്ങളുടെ കൂടെ വരണം. ഞാനോ? എന്തിന്? നിങ്ങൾ പോയിട്ട് വാ. മാഡം ഇല്ലെങ്കിൽ ഞങ്ങളും പോകുന്നില്ല. മാഡത്തിന് സമയമില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ദിവസം പോവാം. 1 മാസത്തിനുള്ളിൽ എപ്പ വേണമെങ്കിലും ആ കൂപ്പൺ ഉപയോഗിച്ച് ഫുഡ് കഴിക്കാം. ഞാൻ വരണോന്ന് എന്താ ഇത്ര നിർബന്ധം? ഫാമിലി കൂപ്പണാ മാഡം. ഇവിടുത്തെ ഫാമിലി നമ്മളല്ലേ, അമ്മയും 4 മക്കളും. അത് മാത്രമല്ല മാഡം, മാഡം എപ്പോഴും ഈ ഹോസ്റ്റലിനകത്ത് തന്നെയല്ലേ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ലേ പുറത്തേക്ക് പോവാറുള്ളൂ. മാഡത്തിനെയും കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു പോവാൻ കിട്ടിയ ചാൻസ് ഇത്. അതെ മാഡം, എല്ലാവരും കൂടി പുറത്തു പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് വലിയ കാര്യമാ. മാഡം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ഇരട്ടി സന്തോഷമായിരിക്കും. പ്ലീസ് മാഡം. ശരി, ഞാൻ വരാം. ഞങ്ങൾ പോയി റെഡി ആവട്ടെ. അപ്പോഴേക്കും പാറു ആയിഷ എത്തും. വാ. പ്രിയഞ്ചേട്ടാ, പ്രിയഞ്ചേട്ടൻ എപ്പോഴാ ഫ്രീ ആവുക? എന്താ പാറു? ചില ദിവസങ്ങളില് പ്രിയഞ്ചേട്ടൻ രാത്രി വരെ ജോലി ചെയ്യാറില്ലേ? അതുപോലെ ഇന്ന് രാത്രിയും ജോലി ചെയ്യുന്നുണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ. ഇന്നത്തെ എന്റെ ജോലി തീരാറായി. സ്റ്റോക്ക് ലിസ്റ്റ് എടുക്കാനുണ്ട്. അതിനി ഇന്ന് ചെയ്താൽ ശരിയാവില്ല. നാളെ കാലത്ത് വന്നിട്ട് തുടങ്ങണം. അല്ല, ചോദിക്കാൻ എന്താ കാരണം? മീരയ്ക്ക് ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട് അത്രേ. അത് ഹോട്ടലിൽ കൊടുത്താ കുറച്ചു പേർക്ക് ആഹാരം കഴിക്കാം. പൈസയൊന്നും കൊടുക്കണ്ട. ഞാനും മീരയും ആയിഷയും ജെനിഫറും പോകുന്നുണ്ട്. ചിലപ്പോ ഭൂമിക മാഡം ഉണ്ടാവും. പ്രിയഞ്ചേട്ടനെയും കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ മീര സമ്മതിച്ചു. അതുകൊണ്ടാ ഞാൻ ചോദിച്ചേ. ഫുഡ് കഴിക്കാനല്ലേ, അതും പാറുവിന്റെ കൂടെ. ജോലി മുഴുവൻ മാറ്റി വെച്ചിട്ട് ഞാൻ പാറുവിന്റെ കൂടെ വരില്ലേ? എപ്പോഴാ പോണ്ടേന്ന് പറ.